ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഏകദേശം ഒരു 20 മെമ്പേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കോഡേസിൽ. പക്ഷേ ഐ ആം പ്രൗഡ് ടു സേ കോഡേസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് IT കമ്പനീസ് ഇൻ കേരള റൈറ്റ് നൗ വിത്ത് മോർ ദാൻ 100+ എംപ്ലോയീസ്. ഹായ്, ഐ ആം സഞ്ജയ്, സീനിയർ മീഡിയ ബയർ അറ്റ് കോഡേസ് IT സൊല്യൂഷൻസ്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് അറൗണ്ട് 5 years കഴിഞ്ഞു. 2021 ജാനുവരിയിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കരിയറിലെടുത്ത വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷനാണ് ഞാനിവിടെ കോഡേസിൽ ജോയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ചെയ്തത് മാർക്കറ്റിംഗ് ഫീൽഡ് അതുപോലെ ബാങ്കിങ് ഫീൽഡൊക്കെ ആയിരുന്നു. അപ്പം IT കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ജോബ് എനിക്ക് ഫിറ്റ് ആവും എന്നുള്ളത്. പക്ഷേ ഞാൻ വന്ന് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ആഡ്സിലായിരുന്നു ആദ്യം ട്രെയിനിങ് തുടങ്ങിയത്. എൻ്റെ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് നമ്മളെ കോഡേസിൻ്റെ BO ആയ ജിജിൻ തന്നെയായിരുന്നു ആദ്യം ട്രെയിനിങ് തന്നത്. ആളുടെ മെൻറ്റർഷിപ്പ് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ള നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി. സോ നമ്മൾ ഫസ്റ്റ് മന്ത് തന്നെ സക്സസ്ഫുൾ ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് അതിനുശേഷം നാറ്റീവ് ആഡ്സ് ചെയ്തു, മെറ്റ ആഡ്സ് എക്സ്പ്ലോർ ചെയ്തു. യൂഷ്വലി നമ്മൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഗൂഗിൾ ആഡ്സ് ആയാലും മെറ്റ ആഡ്സ് ആയാലും ഈവൻ നാറ്റീവ് ആഡ്സ് ആയാലും നമുക്ക് ഒരുപാട് സക്സസ്ഫുൾ ക്യാമ്പയിൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ആക്ച്വലി ഞാൻ ഈ പ്ലാറ്റ്ഫോംസൊക്കെ വന്ന് പഠിച്ചതും എക്സ്പ്ലോർ ചെയ്തതും കോഡേസിൽ വന്നതിന് ശേഷമാണ്. മുമ്പ് എനിക്ക് ഒട്ടും ഫെമിലിയർ അല്ലായിരുന്നു. സോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോഡേസ് എന്ന് പറയുന്നത്. നമുക്ക് ലേൺ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ്. ഞാൻ ഒരുപാട് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ലൊരു പ്രോജക്റ്റ് നല്ല രീതിയിൽ സക്സസ് ആക്കണം, നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാനും നമ്മുടെ ഒരു മാനേജറായ ജിഗിനും ചേർന്ന് നമ്മൾ 2024 തുടങ്ങിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യൂട്യൂബ് മാർക്കറ്റിംഗ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ സക്സസ് ആക്കാനും പറ്റി. നമുക്കത് 2 മെമ്പേഴ്സിന് അറൗണ്ട് ഒരു 20 to 30 മെമ്പേഴ്സിലേക്ക് നമുക്കത് സ്കെയിൽ ചെയ്യാൻ പറ്റി. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പോഴും 2 വർഷമായിട്ട് ആ ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ കോഡേസിലേക്ക് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ബിഗ് താങ്ക്സ് ടു ജിഗിൻ ഹു സപ്പോർട്ട് മീ ടു മേക്ക് ദാറ്റ് പ്രോജക്റ്റ് സക്സസ്ഫുൾ. ഇതേപോലെ തന്നെ എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്, എനിക്ക് കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് 3 ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി, ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മൾ ഈ എക്സ്ക്യൂസസും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് കമ്മിറ്റ്മെൻറ്റോടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അതിൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ളത് എനിക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. എന്നെ ഫിനാൻഷ്യലി അതുപോലെ പേഴ്സണൽ ഗ്രോത്തിനും നല്ല രീതിയിൽ കോഡേസ് ഇന്ന് ഇവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നീ ഒരേ കമ്പനിയിൽ തന്നെ 5 വർഷം നിന്നതെന്ന്. ഇവിടുത്തെ വർക്ക് കൾച്ചറും അതേപോലെ പോസിറ്റീവ് എൻവയോൺമെൻറ്റും പിന്നെ ഇവിടെ നടക്കുന്ന ഒരുപാട് ആർട്ട്, കൾച്ചറൽ, അതേപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ജിം മെമ്പർഷിപ്പ്, നമ്മളെന്താ പറയുക, നമ്മുടെ വെൽബീങ്ങിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പനിയിൽ നിന്ന് തരുന്നുണ്ട്. സോ നമുക്ക് എന്താ ഇവിടെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി എനിക്ക് കോഡേസ് എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമല്ല, എനിക്ക് ശരിക്കും ഫാമിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. I can't conclude with saying a big thanks to Mr. Jijin and Sharath, directors of Code's IT Solutions, and our core team members Anish, Jikin, Ashley, Nigil, Renju and Chedana, also the man behind the camera Renjit, and our former Code's members Anupama, Ashwati and Akshay. So thank you all for guiding me and supporting me along the way. As I was done earlier, ഇനിയും കോഡേസിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And I am looking forward. Thank you.